ശ്രീത്തെ, ഈ ജി സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാർത്തയിൽ ഇടം പിടിച്ചു നിൽക്കുകയാണ്. പാർട്ടിയിലെ അതൃപ്തനായി സുധാകരൻ നിൽക്കുന്നു. ആ അതൃപ്തി കണ്ട് ഈ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഈ പിന്നാലെ ചൂണ്ടയിട്ട് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ സമുന്നതനായ പി ജയരാജൻ വന്ന് സുധാകരനെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്തായിരിക്കും? നാം പുസ്തകം വായിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയായി മാറുമെന്ന ചില കഥകളെല്ലാം കേട്ടിട്ടില്ലേ? നാം വായിച്ച് മറ്റൊരാളായി മാറും. അപ്പോൾ അതിന് സമാനമായ ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ സുധാകരൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്ന നല്ലൊരു ഭക്തനാണ് എന്നാണ് പലരും ട്രോളുന്നത് ഉൾപ്പെടെ വരുന്നത്. അത് മറ്റൊരു കാര്യം, അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. രാമായണം വായിക്കുന്നത് നല്ലത് തന്നെ. ഇപ്പോൾ അതിനുശേഷം ഈ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി നേതാവായ ഗോപാലകൃഷ്ണൻ സുധാകരനെ ആലപ്പുഴയിൽ എത്തി സന്ദർശിച്ചതായി ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ബി ജെ പിയുടെ ഒരു പുസ്തകം, ബി ജെ പിയുടെ ആശയവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അത് ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. അദ്ദേഹം നല്ലൊരു വായനക്കാരനാണല്ലോ. അതോടൊപ്പം തന്നെ അന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, അദ്ദേഹം ഇപ്പോൾ 50% മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 50% ബി ജെ പി ആയി മാറി ചിലപ്പോൾ ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനിടയ്ക്കാണ് ഇന്നലെ പി ജയരാജൻ സുധാകരനെ സന്ദർശിച്ചത്. ജി സുധാകരനെ സന്ദർശിച്ച ശേഷം പി ജയരാജൻ തൻ്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകമാണെങ്കിലോ ഈ ഇസ്ലാം വിരുദ്ധതയുള്ള ഒരു പുസ്തകമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചും കണ്ണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും IS-ലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതായും അതോടൊപ്പം തന്നെ മദനിയെല്ലാം രൂക്ഷമായി വിമർശിക്കുന്ന CPM മദനി ബന്ധത്തെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ തുടർച്ചയായി തന്നെ എന്തായാലും ഗോപാലകൃഷ്ണൻ പുസ്തകം കൊടുക്കുന്നു, അതിനേക്കാൾ തീവ്രമായ മറ്റൊരു പുസ്തകം കൊടുക്കുന്നു. അദ്ദേഹം എല്ലാ പുസ്തകവും വായിച്ച് മിക്കവാറും ബി ജെ പിയിലേക്ക് എത്താനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ആ ചർച്ച അവിടെ നടക്കട്ടെ. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം ഈ വായനയിൽ മുഴുകിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി സന്ദർശിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു മുഴം മുമ്പാണ് ബി ജെ പി ആരെങ്കിലും നോട്ടമിടാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തെ, പണ്ടെല്ലാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു നേതാവിനെ നോട്ടം ഇട്ടുകയാണെങ്കിൽ ബി ജെ പി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തങ്ങളെ പാളയത്തിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 വട്ടം കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 2026 ആരെ ഇനി SDPI യുമായും RSSുമായും ഇനി PF-മായി ആരുമായി കൂട്ടുചേർന്നാൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമെന്ന ചിന്തയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു സന്ദീപ് വാര്യർ പാർട്ടിയിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ CPM-ൽ നിന്നും ആരെങ്കിലും ഈ പ്രശ്നവുമായി നിൽക്കുകയാണെങ്കിൽ അവരെ പോയി കാണുകയാണ് രീതി. അത് നാം മധു ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു CPM-ന്റെ മധു മുല്ലശ്ശേരി അങ്ങനെ ഒരു നേതാവ് വന്നിരുന്നു. അദ്ദേഹത്തുമായി ആദ്യം ചർച്ച നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു. പിന്നീടായിരുന്നു BJP പല ഓഫറുകളും മുഖേന അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ സമാനമായൊരു രീതിയായിരുന്നു നാം ജി സുധാകരനുമായി ബന്ധപ്പെട്ട് കണ്ടത്. അദ്ദേഹം BJP-യുമായി അടുക്കുന്നു എന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം കെ സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ തുറന്ന് അദ്ദേഹത്തെ പരസ്യമായി തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു KC വേണുഗോപാൽ, ACCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും സംസാരമുണ്ടായിരുന്നു, പിന്നെ ചിലപ്പോൾ ജി സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തുമെന്ന്. പക്ഷേ പിന്നീട് എന്തായാലും അദ്ദേഹം ഇപ്പോൾ പി ജയരാജനും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട തൻ്റെ പുസ്തകവും നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇനി അത് വായിച്ചിട്ട് എങ്ങോട്ട് പോകുമെന്നത് നാം കാത്തിരിക്കണം. പക്ഷെ കേരളത്തിൽ പല നേതാക്കളും CPM-ലുള്ളിലെ പല നേതാക്കളും ഇപ്പോൾ BJP അനുകൂലമായൊരു മനസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അത് എന്താണെന്ന് അത് ആദ്യമായി തിരിച്ചത് കാനം രാജേന്ദ്രനായിരുന്നു. കാനം രാജേന്ദ്രൻ കണ്ണൂരിലെ ഒരു പ്രസംഗത്തിൽ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ LDF പ്രത്യേകിച്ച് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തരം കുറയുന്നു എന്ന രീതിയിൽ ഒരു പ്രസ്താവന അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നു, കാനം രാജേന്ദ്രൻ. അതിപ്പോൾ സത്യമായി മാറിയിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ അറിയാം BJP-യും
CPM പ്രവർത്തകർ നേരിട്ട് കണ്ടാൽ വലിയ ആക്രമണമായിരുന്നു. ആശയപരമായി വലിയ വ്യത്യാസമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ചിലപ്പോൾ CPM വിടുന്നവർ ഒന്നുകിൽ കോൺഗ്രസിൽ പോകും, അല്ലെങ്കിൽ സ്വന്തമായി പാർട്ടി രൂപീകരിക്കും. അവരുടെ ഈ മരണത്തിൽ പോലും അവർ ചിന്തിക്കില്ല BJP-യിലേക്ക് കടന്നു വരണമെന്ന്. പക്ഷെ അതിനെല്ലാം ഇപ്പം മാറ്റം വന്ന് തുടങ്ങി. ഇപ്പോൾ അവരുടെ മുൻപിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം കോൺഗ്രസിൽ പോകുന്നതിനേക്കാൾ നല്ലത് BJP-യിലേക്ക് പോകാമെന്ന ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിന് സമാനമായ പല സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴയിൽ CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ BJP-യിലേക്ക് വരുന്നു, ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജൻ BJP-യുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ G സുധാകരനും BJP-യുമായി അടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് അവർ വളരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇതിന് സമാനമായ ഒരു അവസ്ഥയായിരുന്നു അന്ന് ബംഗാളിലും ഉണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇവർ പ്രതിപക്ഷത്തായിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്ത് 50-60 MLA-മാരായിരുന്ന പാർട്ടി ഇപ്പോൾ 0-ലേക്ക് എത്തി നിൽക്കാൻ കാരണം അവിടെ BJP-ആണ്. CPM-ന്റെ നേതാക്കളും പാർട്ടിയുടെ ഓഫീസ് ഉൾപ്പെടെയായി അവർ BJP-യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ തുടർച്ചയായി 15 വർഷം അധികാരത്തിലുണ്ടായിരുന്ന അതിൻ്റെ സമീപത്തുള്ള ത്രിപുരയിലും പാർട്ടി വളരെ അവിടെ അറിയാമോ, ഈ കണ്ണൂരിന് സമാനമായിരുന്നു. മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു ത്രിപുരയും. അവിടെ കോൺഗ്രസ് 10-15 സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി തന്നെ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിലും എല്ലാ ഇലക്ഷനുകളിലും തെരഞ്ഞെടുപ്പുകളിലും CPM-ന്റെ കയ്യിലിരുന്ന ഒരു പ്രദേശം BJP വളരെ വേഗം സ്വന്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സംഭവിച്ചതും ഇതാണ്. കോൺഗ്രസിനോടൊപ്പം അവിടുത്തെ പ്രാദേശികമായ പല CPM നേതാക്കളും BJP-യിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഒരു സ്ഥലമാണ് CPM അധികാരത്തിലുള്ള മൂന്നാമത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ കേരളത്തിലും ഇതിൻ്റെ തുടക്കങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. BJPക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. CPM-ൽ നിന്നും വലിയ രീതിയിൽ BJP-യിലേക്ക് കൊഴിഞ്ഞു പോക്കുണ്ടായിരുന്നു. അതിപ്പോൾ അണികളും കൊഴിഞ്ഞു പോകുന്നതായാണ് കാണുന്നത്. കാരണം വലിയ രീതിയിൽ നാം ഒന്നും പ്രതീക്ഷിക്കാത്തൊരു വലിയ മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പ്രത്യേകിച്ച് ആറ്റിങ്ങലും ആലപ്പുഴയും കണ്ണൂരെല്ലാം ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ പാർട്ടിക്ക് വോട്ട് ചോർച്ച. മലബാറിലെല്ലാം ഇത്തരം മണ്ഡലങ്ങളും ഉണ്ട്. കണ്ണൂരും അതോടൊപ്പം തന്നെ കാസർഗോഡും ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ എല്ലാ കാലത്തും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ വിജയിച്ചു കയറും. പക്ഷെ നാം ഈ തെക്കോട്ട് വരുമ്പോൾ അത്തരം മണ്ഡലങ്ങൾ കുറവാണ്. അതിൽ ഏറ്റവും കുറവെന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാലത്തും അവരോടൊപ്പം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലും അതോടൊപ്പം ആലപ്പുഴയും. സാറ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പല സർവേകളും നാം തെരഞ്ഞെടുപ്പിന് മുൻപ് കാണും. പക്ഷെ ആ ഒരു സർവേ പോലും ഈ ആറ്റിങ്ങലും ആലപ്പുഴയും CPM വിജയിക്കുമെന്നേ അവർ പറയുന്നുള്ളൂ. കാരണം അതേയാണ് അവിടുത്തെ അന്തരീക്ഷം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പരാജയം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലും ആലപ്പുഴ. ആ മണ്ഡലങ്ങളിലെല്ലാം BJP 3 ലക്ഷം, ആറ്റിങ്ങലിൽ 3 ലക്ഷം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴയിലും 290 അടുപ്പിച്ച് 3 ലക്ഷത്തിനും അടുത്ത്. അത്ര 3 ലക്ഷമല്ല CPM-ന്റെ കേന്ദ്രങ്ങളിൽ വോട്ട് മറിയുക എന്നത് പറയുന്നത് എന്തായാലും CPM പ്രവർത്തകർ ഉൾപ്പെടെ BJPക്ക് വോട്ട് ചെയ്യാൻ അനുകൂലമായൊരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. പണ്ട് താമര ചിഹ്നം കാണുമ്പോൾ തന്നെ അലർജി ഉണ്ടായിരുന്ന പല CPM-ന്റെ അണികളും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിപ്പോൾ നേതാക്കളിലും ആ അലർജി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും G സുധാകരനെ P ജയരാജൻ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹവും പാർട്ടിയുമായി വളരെ വിട്ടുനിൽക്കുന്ന ഒരു നേതാവാണ്. കണ്ണൂരിൽ ഒരു കാലത്ത് പിണറായിയേക്കാൾ ജനങ്ങൾ കേൾക്കാനെത്തുന്ന ഒരു നേതാവായിരുന്നു P ജയരാജൻ. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലെല്ലാം വലിയ ആരാധനാ പുരുഷനായിരുന്നു അദ്ദേഹം. അവർക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ ഇറക്കുന്നു, ഫ്ലെക്സുകൾ വയ്ക്കുന്നു, ഫേസ്ബുക്കിൽ പേജ് തുടങ്ങുന്നു, PJ ആർമി എന്ന പേരിൽ പേജ് തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് ഒരു സിനിമാ നടനെ പോലെയായിരുന്നു കണ്ണൂരിൽ P ജയരാജൻ. അദ്ദേഹം എത്തുമ്പോൾ യുവാക്കൾ കൂടുന്നു, സെൽഫി എടുക്കാൻ ആൾ വരുന്നു, കൈ കൊടുക്കാൻ ആളെത്തുന്നു. അങ്ങനെ ഒരു സിനിമാ നടൻ, കണ്ണൂരിലെ ഒരു സിനിമാ നടൻ്റെ മാതിരി ഇരുന്ന അത്രത്തോളം ആരാധക വൃന്ദമുള്ള G സുധാകരൻ ഇപ്പോൾ P ജയരാജൻ ഇപ്പോൾ പാർട്ടിയുമായി ഇപ്പോൾ അങ്ങനെ വിട്ടുനിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ പൂർണ്ണമായി തന്നെ 3 ജയരാജന്മാരാണല്ലോ കണ്ണൂരിലുള്ളത്. P ജയരാജനും EP ജയരാജനും MV ജയരാജൻ. ആകെ ഇപ്പോൾ ചുമതലയിലുള്ളത് കുറച്ചെങ്കിലും കണ്ണൂരിൽ ഇപ്പോൾ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്തായാലും MV ജയരാജനാണ്. ശുംഭൻ ജയരാജൻ സാറിന് അദ്ദേഹമാണ് ഇപ്പോൾ
അവിടെ പ്രവർത്തിച്ചു വരുന്നത്. ബാക്കി ഇപ്പോൾ രണ്ടുപേരും പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ്. പി ജയരാജന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദവി ആഗ്രഹിച്ചിരുന്നു. അത് നൽകാത്തതിനെ തുടർന്ന് എന്തായാലും അവസരം കിട്ടുമ്പോൾ എല്ലാം പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദന് ഒരു പണി കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊന്നും അദ്ദേഹം മുതലാക്കുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ അദ്ദേഹം വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്ന് താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അതെന്തായാലും വലിയ പരാജയം ഉണ്ടാകുമ്പോൾ അത് പ്രകാശ് ഗോവിന്ദന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ അദ്ദേഹത്തിന്റെ ആത്മകഥ ഇറങ്ങുന്നു, സരിൻ വയ്യാവേലിയാണെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന, ചില വരികൾ തന്നെ തന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ MV ഗോവിന്ദന് എന്തെല്ലാം തരത്തിലുള്ള പണി കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യം. ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് MV ഗോവിന്ദൻ ഉണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ദിവസവും ഇദ്ദേഹം എന്തെങ്കിലും ഒരു പണി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും സുധാകരൻ ഈ പുസ്തകങ്ങൾ വായിച്ച് എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്. അത് ഇനി രാഷ്ട്രീയം ഉപേക്ഷിച്ച് വായനയിലൂടെ നല്ല കവിയായി മാറുമോ എന്നതും നാം നോക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.